പാലായിൽ RV ജംഗ്ഷന് സമീപം പാലാ രൂപത വക സ്ഥലത്ത് കൃഷിയിടത്തിൽ നിന്നും വിഗ്രഹങ്ങൾ കണ്ടെടുത്ത ഭൂമിയിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് തുടക്കമായി. 3 മാസം മുമ്പ് ഫെബ്രുവരി 7-നാണ് കൃഷി ആവശ്യത്തിനായി JCB മണ്ണ് ഇളക്കുന്നതിനിടയിൽ വിഗ്രഹങ്ങൾ കിട്ടിയത്. ശിവലിംഗവും പാർവതി ദേവിയുടെ വിഗ്രഹവുമാണ് അന്ന് കണ്ടെത്തിയത്. തണ്ടളത്ത് ക്ഷേത്രം എന്ന പേരിൽ ഇവിടെ ക്ഷേത്ര സംഗമത്തിൽ തണ്ടളത്ത് തേവരെയും ദുർഗാദേവിയെയും ആരാധിച്ചിരുന്നു. 100 വർഷം മുമ്പ് വരെ ഒരു തറയ്ക്ക് മുകളിൽ ശിവലിംഗവും ഈ മൂലസ്ഥാനത്ത് ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കൃഷിക്കായി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തപ്പോൾ തേവരുടെ വിഗ്രഹം എന്ന് കരുതുന്ന ശിവലിംഗവും മറ്റ് ക്ഷേത്രാവശിഷ്ടങ്ങളും മണ്ണിനിടയിൽ നിന്നും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പാലാ രൂപതയുമായി വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ നടത്തിയ ചർച്ചയിൽ ഹൈന്ദവ സംസ്കാരം അനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തുവാൻ സംയുക്തമായി തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നു മുതൽ 3 ദിവസത്തെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത്. വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തുറ പെരുമ്പള്ളിയാഴത്തുമന ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കേരളത്തിലെ അതിപ്രശസ്തരായ ജ്യോതിഷ പണ്ഡിതരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത്. കോഴിക്കോട് മല്ലപ്പള്ളി ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിയാണ് മുഖ്യ ദൈവജ്ഞൻ. വടകര ചോറോട് ശ്രീനാഥ് പണിക്കർ, കണ്ണൂർ ഇടക്കാട്ട് ദേവിദാസൻ എന്നിവർ സഹ ദൈവജ്ഞനുമാണ്. ദേവപ്രശ്നത്തിന്റെ രാശിപൂജ തണ്ടളത്ത് ഭൂമിയിൽ വെച്ചും തുടർന്നുള്ള പ്രശ്നചിന്തകൾ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വെച്ചും നടക്കും.